While the ILO does not have a specific standard dedicated to the provision of a safe system of work, Convention number 155 and Recommendation number 164 emphasize the employer's responsibility to ensure workplace safety and health through risk assessment, prevention measures, and the provision of information, training, and supervision to workers. These standards serve as a framework for national legislation and policies related to occupational safety and health. സുരക്ഷിതമായ ഒരു തൊഴിൽ സമ്പ്രദായം നൽകുന്നതിനായി ILOയ്ക്ക് പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ലെങ്കിലും കൺവെൻഷൻ നമ്പർ 155 റെക്കമെൻഡേഷൻ നമ്പർ 164 തൊഴിൽ സ്ഥലത്തെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കുന്നതിനുള്ള തൊഴിലുടമയുടെ ഉത്തരവാദിത്തത്തിന് ഊന്നൽ നൽകുന്നു. ഇത് അപകടസാധ്യത വിലയിരുത്തൽ, പ്രതിരോധ നടപടികൾ, തൊഴിലാളികൾക്ക് വിവരങ്ങൾ, പരിശീലനം, മേൽനോട്ടം എന്നിവ നൽകുന്നതിലൂടെയാണ്. It's important to note that employee responsibilities may vary depending on the jurisdiction, industry, and specific job roles. Local labor laws, regulations, and/or collective bargaining agreements may also outline additional responsibilities and obligations for employees. ഈ മാനദണ്ഡങ്ങൾ തൊഴിൽ സുരക്ഷയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട ദേശീയ നിയമനിർമ്മാണങ്ങൾക്കും നയങ്ങൾക്കും ഒരു ചട്ടക്കൂടായി വർത്തിക്കുന്നു. ജീവനക്കാരുടെ ഉത്തരവാദിത്തങ്ങൾ, അധികാരപരിധി, വ്യവസായം, നിർദ്ദിഷ്ട തൊഴിൽ റോളുകൾ എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെടാമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രാദേശിക തൊഴിൽ നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ, കൂടാതെ അല്ലെങ്കിൽ കൂട്ടായ വിലപേശൽ കരാറുകൾ എന്നിവയും ജീവനക്കാർക്ക് അധിക ഉത്തരവാദിത്തങ്ങളും കടമകളും നിശ്ചയിച്ചേക്കാം. The role of enforcement agencies. There is no harmonized global standard for the enforcement of health and safety law, so legal and enforcement systems vary between countries. There are, however, some general principles which normally apply. നിയമനിർവഹണ ഏജൻസികളുടെ പങ്ക് ആരോഗ്യ സുരക്ഷാ നിയമം നടപ്പിലാക്കുന്നതിന് ഒരു ഏകീകൃത ആഗോള മാനദണ്ഡമില്ല. അതിനാൽ ഓരോ രാജ്യത്തും നിയമപരവും നിർവഹണപരവുമായ സംവിധാനങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും സാധാരണയായി ബാധകമാകുന്ന ചില പൊതുതത്വങ്ങളുണ്ട്. Each country or region has one or more enforcement agency or authority responsible for enforcing health and safety law. Such an agency is effectively the health and safety police force. In some circumstances, the agency may actually be or may enlist the help of the national or regional police. ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ പ്രദേശത്തിനും ആരോഗ്യസുരക്ഷാ നിയമം നടപ്പിലാക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഒന്നോ അതിലധികമോ നിയമനിർവഹണ ഏജൻസികൾ, അതോറിറ്റികൾ ഉണ്ട്. അത്തരമൊരു ഏജൻസി ഫലത്തിൽ ആരോഗ്യസുരക്ഷാ പോലീസ് സേനയാണ്. ചില സാഹചര്യങ്ങളിൽ ഏജൻസിക്ക് ദേശീയ അല്ലെങ്കിൽ പ്രാദേശിക പോലീസ് സേനയുടെ സഹായം തേടുകയോ അല്ലെങ്കിൽ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുകയോ ചെയ്യാം. These agencies often provide advice, investigate workplace accidents, take formal enforcement action to force employers to comply with the law, and start criminal proceedings against persons or organizations they believe have committed offenses. ഈ ഏജൻസികൾ പലപ്പോഴും ഉപദേശം നൽകുകയും തൊഴിൽ സ്ഥലത്തെ അപകടങ്ങൾ അന്വേഷിക്കുകയും നിയമം പാലിക്കാൻ തൊഴിലുടമകളെ നിർബന്ധിതരാക്കാൻ ഔപചാരിക നിയമനിർവഹണ നടപടികൾ സ്വീകരിക്കുകയും കുറ്റകൃത്യങ്ങൾ ചെയ്തതായി അവർ വിശ്വസിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്യുന്നു. Many countries have a separate fire authority with a role in enforcing fire safety legislation and/or advising employers. പല രാജ്യങ്ങൾക്കും അഗ്നിസുരക്ഷാ നിയമനിർമ്മാണം നടപ്പിലാക്കുന്നതിലും അല്ലെങ്കിൽ തൊഴിലുടമകൾക്ക് ഉപദേശം നൽകുന്നതിലും പങ്കുള്ള ഒരു പ്രത്യേക അഗ്നിശമന അതോറിറ്റിയുണ്ട്. In some countries, insurance companies fulfill a major role in enforcing safety by carrying out inspections and audits on a regular basis. These can help to improve standards, as the insurance company can demand increased insurance premiums or refuse to provide insurance cover at all unless standards are improved. ചില രാജ്യങ്ങളിൽ ഇൻഷുറൻസ് കമ്പനികൾ പതിവായി പരിശോധനകളും ഓഡിറ്റുകളും നടത്തി സുരക്ഷ നടപ്പിലാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇൻഷുറൻസ് കമ്പനിക്ക് വർദ്ധിപ്പിച്ച പ്രീമിയം ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ വിസമ്മതിക്കുകയോ ചെയ്യാൻ കഴിയുന്നതിനാൽ ഇത് നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കും. Consequences of non-compliance. A breach of health and safety legislation is usually a criminal offense wherever you are in the world. നിയമം പാലിക്കാത്തതിന്റെ അനന്തരഫലങ്ങൾ. ആരോഗ്യസുരക്ഷാ നിയമനിർമ്മാണം ലംഘിക്കുന്നത് സാധാരണയായി ഒരു ക്രിമിനൽ കുറ്റമാണ്, നിങ്ങൾ ലോകത്തെവിടെയാണെങ്കിലും. Failure to meet legal standards might lead to formal enforcement action. An enforcement agency might force an employer either to make an improvement within the workplace within a given time period or to stop carrying out high-risk activities altogether until improvements are made. Failure to comply with formal enforcement action is usually considered to be an offense in itself. നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നത് താഴെ പറയുന്നവയിലേക്ക് നയിച്ചേക്കാം. ഔപചാരിക നിയമനിർവഹണ നടപടി. ഒരു നിയമനിർവഹണ ഏജൻസിക്ക് തൊഴിലുടമയോട് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ തൊഴിൽ സ്ഥലത്ത് മെച്ചപ്പെടുത്തലുകൾ വരുത്താനോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലുകൾ നടത്തുന്നതുവരെ ഉയർന്ന അപകടസാധ്യതയുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കാനോ നിർബന്ധിതനാക്കാം. Prosecution of the organization in the criminal courts. Successful prosecution might result in punishment in the form of a fine.
ഔപചാരിക നിയമനിർവഹണ നടപടികൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നത് സാധാരണയായി ഒരു കുറ്റമായി കണക്കാക്കപ്പെടുന്നു. ക്രിമിനൽ കോടതികളിൽ സ്ഥാപനത്തിനെതിരെ കേസെടുക്കൽ വിജയകരമായ പ്രോസിക്യൂഷൻ പിഴയുടെ രൂപത്തിൽ ശിക്ഷയ്ക്ക് കാരണമായേക്കാം. Prosecution of individuals, such as directors, managers, and workers. Successful prosecution might result in punishment in the form of a fine and/or imprisonment. ഡയറക്ടർമാർ, മാനേജർമാർ, തൊഴിലാളികൾ തുടങ്ങിയ വ്യക്തികൾക്കെതിരായ പ്രോസിക്യൂഷൻ വിജയകരമായ പ്രോസിക്യൂഷൻ പിഴയുടെ രൂപത്തിലും കൂടാതെ അല്ലെങ്കിൽ തടവ് ശിക്ഷയിലും കലാശിച്ചേക്കാം.